എല്ലാവർക്കും നമസ്കാരം. ദിസ് ഈസ് ഡോക്ടർ അഞ്ജന അഖിൽ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. കുക്കിംഗ് വീഡിയോ എന്ന് പറയാൻ പറ്റില്ല, ഒരു മേക്കിംഗ് വീഡിയോ ആണ്. വേറൊന്നുമല്ല, ബട്ടറാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ സാധാരണ എപ്പോഴും ബട്ടറൊക്കെ വെളിയിൽ നിന്നാണ് വാങ്ങിക്കാറ്. അപ്പം ഞാൻ വിചാരിച്ചു വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന്. അങ്ങനെ ഞാൻ ട്രൈ ചെയ്തു, സക്സസ് ആയി. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ നമുക്കിന്ന് ബട്ടർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് വേണം, പിന്നെ നെയ്യ് വേണം. നെയ്യ് ഞാൻ മിൽമയുടെ നെയ്യാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് നമുക്ക് മിക്സിയുടെ ഏറ്റവും ചെറിയ ജാർ എടുക്കാം. അതിലേക്ക് ഞാൻ ഏകദേശം ഒരു 3-3.5 ടേബിൾ സ്പൂൺ നെയ്യ് ഉണ്ടാവും, അത് അളന്ന് വെച്ചിരിക്കുകയാണ്. അതൊഴിക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 8 ക്യൂബ്സ് ഐസ് ഇടണം. ഞാൻ എടുത്തിരിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ഐസ് ക്യൂബ്സാണ്, അതുകൊണ്ടാണ് 8 ഇട്ടത്. ഇച്ചിരി ചെറിയ ഐസ് ക്യൂബ്സ് ആണെങ്കിൽ ഒരു 10-12 ഒക്കെ ഇടാം, കുഴപ്പമില്ല. ഒത്തിരി ആവരുത്, 12 വരെ ഓക്കെയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇടേണ്ടത്. മഞ്ഞൾപ്പൊടി എന്തിനാണ് ഇടുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ബട്ടറിൻ്റെ യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ഇടുന്നത്. ഉപ്പുള്ള ബട്ടറാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഉപ്പും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യാം. ഇനി നമുക്കിത് അടച്ച് 1 മിനിറ്റ് അടിച്ചെടുക്കാം. നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്, നോക്കാം. അങ്ങനെ നമ്മുടെ ബട്ടർ റെഡിയായിരിക്കുകയാണ്. ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. പാത്രത്തിലേക്ക് മാറ്റുന്നതിന് മുന്നേ ഒരു ബട്ടർ പേപ്പറിലേക്ക് ആക്കിയിട്ട് പാത്രത്തിലേക്ക് മാറ്റുവാണെങ്കിൽ നമുക്കിത് എടുത്ത് മാറ്റാൻ എളുപ്പമുണ്ടാവും. ഞാൻ പക്ഷേ അങ്ങനെയൊന്നും ചെയ്തില്ല. ഞാൻ ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് ഡബ്ബയിലേക്ക് ഡയറക്റ്റ് ഇടുകയാണ് ചെയ്തത്. എന്നിട്ട് അതിങ്ങനെ യൂണിഫോമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചു. ഇനി അത് അടച്ച് ഒരു 2 hours ഫ്രിഡ്ജിൽ വെക്കണം. എന്നാലേ അത് നല്ല കട്ടിയായിട്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ കിട്ടുള്ളൂ. അപ്പോൾ 2 hours കഴിഞ്ഞിട്ടുണ്ട്. ഞാനത് പുറത്തെടുത്തു, തുറന്നു നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബട്ടർ നല്ല കട്ടിയായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനെടുത്ത പാത്രം റൗണ്ട് ഷേപ്പ് ആയതുകൊണ്ട് എനിക്ക് റൗണ്ട് ഷേപ്പിലാണ് കിട്ടിയേക്കുന്നത്. ഇനി നമുക്കത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുവാണ്. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ഓൺ ആക്കണം, എന്നാലേ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.